എനിക്ക് ഈ ജോലി ഇപ്പോഴും ഈ ജോലി ഉണ്ടോ എന്ന് പിന്നെ നമ്മൾ ലിസ്റ്റ് എടുത്ത് നോക്കുന്ന അവസ്ഥയിലേക്ക് വരും. കുറെ നോക്കിയിട്ടില്ലേ, വീണ്ടും വീണ്ടും നോക്കും. സോ ഹൗ ഇറ്റ് ഫീൽസ് ലൈക്ക് ഫസ്റ്റ് സെൻട്രൽ ഗവൺമെന്റ് ഓഫീസർ ഇൻ ദ ഫാമിലി? റാങ്ക് 1 ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല, ആരും പ്രതീക്ഷിക്കുന്നില്ല. പഠിക്കുന്നുണ്ട് കുറേ കാലമായിട്ട്, അപ്പോൾ എപ്പോഴാണ് കിട്ടാൻ നമുക്കും അറിയില്ല. അപ്പോൾ എല്ലാവരും 2 വർഷമായി പഠിക്കുന്നു, അത്രേ ഉള്ളൂ. ഞാൻ അന്ന് റിസൾട്ട് കിട്ടി കാവ്യയുടെ വീട്ടിലേക്ക് ഞങ്ങൾ ടീമായിട്ട് വന്ന് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അവിടെ ഞങ്ങൾ ശരിക്കും ഞെട്ടിച്ചത് ഫുൾ ഫാമിലി ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എനിക്കത് കണ്ടപ്പോൾ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ നീ ഒരു റിസൾട്ട് നേടിയപ്പോൾ നിന്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ ഫാമിലിയിൽ ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് ഇടയ്ക്ക് ഇങ്ങനെ ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ ഒരിക്കലും ടെൻഷൻ ഉണ്ടാവില്ല, ഒരു 3 വർഷം ആവാനേ കല്യാണം കഴിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചില്ല, നോക്കണമെന്ന് ചോദിച്ചിട്ടില്ല. അത് പക്ഷേ ഞാനൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ എൻ്റെ വീട്ടിൽ നിന്ന് പറയാം, ഇത് കിട്ടിയില്ലെങ്കിൽ എന്താ, ഒരു ഗവൺമെന്റ് ജോലി കിട്ടാനുള്ള വയസ്സൊന്നും എനിക്ക് ആയിട്ടൊന്നുമില്ല, വൈകിട്ടൊന്നുമില്ല. കാവ്യൻ്റെ അഭിപ്രായത്തിൽ എന്താണ് സക്സസ്? ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചും അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയോ? അത് അവിടുത്തെ കുട്ടികളുടെ റിസൾട്ടാണ്. ടീമേറ്റ്സ് അക്കാദമിയെ സംബന്ധിച്ച് ടീമേറ്റ്സ് അക്കാദമി ഇപ്പോൾ കടന്നു പോയിരിക്കുന്ന ഒരു കാലഘട്ടം അത്തരത്തിലൊരു സന്തോഷത്തിലൂടെയാണ്. 2026 ഏപ്രിൽ 8 തീയതിയാണ് 2025 SSC CGL റിസൾട്ട് വരുന്നത്. ഒരുപാട് പ്രതീക്ഷകളോടെ ഞങ്ങൾ കാത്തിരുന്ന ഒരു റിസൾട്ടായിരുന്നു CGL റിസൾട്ട്. നമുക്കറിയാം, ഒരുപാട് റാങ്കുകൾ ഇത്തവണ നമുക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞു. എന്നാലും ഇന്നത്തെ ഒരു സ്റ്റോറി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് തരാൻ ആഗ്രഹിക്കുന്നത് പേഴ്സണലി എന്നെ വരെ ഞെട്ടിച്ച ഒരു റാങ്കിലേക്കാണ്. CGL റാങ്ക് വന്നു, റിസൾട്ട് വന്നു, ഒരു റാങ്ക് കിട്ടി. ഓൾ കേരള റാങ്ക് 1 അജേഷ് നമ്മുടെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അതിനുശേഷം ഒരു 5 മിനിറ്റ് ശേഷം എന്നെ സുജേത് വിളിക്കുന്നു. സുജേത് വിളിച്ച് പറഞ്ഞു, സാറേ ഒരു സന്തോഷ വാർത്ത കൂടെ ഉണ്ട്, JSO സ്റ്റാറ്റിക് ലിസ്റ്റിലെ റാങ്ക് 1 നമുക്ക് തന്നെയാണ്. ഓക്കെ, സന്തോഷം, എനിക്കതും സന്തോഷമായി. പക്ഷേ അതിലും വലിയ സർപ്രൈസിങ് എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ കാവ്യക്കാണ് കിട്ടിയെന്ന് പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ ഒരു ഭയങ്കര ഷോക്കായ ഒരു മൂമെൻ്റ് ആയിരുന്നത്. അത് കാവ്യക്ക് ഡിസേർവ് ചെയ്യുന്നില്ല എന്നുള്ള എൻ്റെ അർത്ഥം. പക്ഷേ സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങളെ മെൻറ്ററാണ്, ഞങ്ങളെ സ്റ്റുഡൻ്റ് ആയിരുന്നു. പരിചയപ്പെടാം നമുക്ക്. കാവ്യ വിജയൻ, വെൽക്കം ടു ദ അച്ചീവേഴ്സ് ടോക്ക്. കാവ്യ, അങ്ങനെ ഫോർമലായി പോയോ? കുഴപ്പമില്ലല്ലോ. എന്നാ പറഞ്ഞു, ഞാൻ ഈ പറഞ്ഞതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം എന്താണെന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ടീമേറ്റ്സിലേക്ക് വന്നു, സ്റ്റുഡൻ്റായിട്ട് വന്നു, പിന്നെ മെൻറ്ററായിട്ട് കയറി. എന്നെ റിസൾട്ട് കിട്ടിയപ്പം ഫസ്റ്റ് എന്നെ ഇങ്ങോട്ട് വിളിച്ച ആൾ സാർ തന്നെയാണ്. ഞാൻ ഫസ്റ്റ് സന്ദേശ് സാറ് വിളിച്ചു. എന്നിട്ട് ഇത് ഉറപ്പല്ലേ, എനിക്കെന്തായാലും കിട്ടൂലേ, വീട്ടിൽ പറയട്ടെ എന്നൊക്കെ ചോദിച്ചു. സാറ് പറഞ്ഞു ഉറപ്പാ, ഇനി പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോന്ന്. അപ്പോൾ എൻ്റെ ബ്രദറിനെ വിളിച്ച്, അവൻ ബാംഗ്ലൂരാണ്. അപ്പോൾ അവനെ വിളിച്ച്, പിന്നെ അച്ഛനെയും അമ്മേനെയും ഒരു പേരാമ്പ്രയിനുള്ളത്, ഓഫീസിലേനുള്ളത്. അപ്പോൾ അവരെ പോയി കണ്ട് അപ്പോഴാണ് സാറിനെ വിളിക്കുന്നത്. സാർ ഇങ്ങോട്ട് വിളിച്ച് കൺഗ്രാജുലേഷൻസ് എന്നൊക്കെ പറഞ്ഞു. ഒരു സമയം ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ചിരിച്ചോണ്ടാണ് സാർ എന്ന് വിളിയാക്കി കേട്ടോ. അപ്പോൾ എനിക്ക് ഉറപ്പായി, എന്താ പറയുക, ഭയങ്കര സന്തോഷത്തിലാണ്, ഓൾറെഡി അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കേട്ടപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് റിസൾട്ടിൽ ഒരുപാട് കിട്ടി, അതിൻ്റെ സന്തോഷം നിൽക്കുമ്പം അത് ഭയങ്കര ഇരട്ടി മുതലായി എനിക്ക്. അപ്പോൾ സത്യം പറഞ്ഞാൽ അത് ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു എന്നെ സംബന്ധിച്ച്. ഇപ്പോൾ കാവ്യയെ സംബന്ധിച്ച് പറയേണ്ട ആവശ്യമില്ല. ഈ റാങ്ക് 1 കിട്ടുന്ന ആക്ച്വലി എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇല്ല. എന്തുകൊണ്ട്? ഐ മീൻ അതല്ല, പ്രത്യേകിച്ച് JSO സ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ Tier 1 തന്നെ എക്സ്ട്രാ കട്ട് ഓഫ് വേണ്ട ഒരു പോസ്റ്റാണ്. അപ്പം Tier 2 അറിയാം. അപ്പം ഇത്തവണ AA ഇല്ല എങ്കിലും അതിൻ്റെ തൊട്ട് താഴെ വരുന്ന കട്ട് ഓഫ് വരുന്നൊരു പോസ്റ്റാണ് സ്റ്റാറ്റി. അപ്പോൾ എങ്ങനെയാണ് അതിലൊരു റാങ്ക് 1 ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ കിട്ടും എന്ന് സന്ദേശ് സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ കിട്ടുന്ന സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ ഫസ്റ്റ് പേപ്പറിൽ എനിക്ക് മാർക്ക് ഞാൻ പ്രതീക്ഷിച്ച പോലെ സ്കോർ ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ ആകെ ഡൗൺ ആയി. അപ്പോൾ സാർ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, CHSL പ്രിലിംസ് കയറാൻ ചാൻസ് ഇല്ലേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സാർ പറഞ്ഞു ഓക്കെ, എൻ്റെ മുന്നേ എന്നെ വന്ന് കാണണം. കാരണം സാറിന് എന്നോട് പറഞ്ഞു എൻ്റെ പ്രശ്നം ടെൻഷൻ ആയതാണ്. കാരണം മാർക്ക് ലിസ്റ്റ് അയച്ചപ്പോൾ ഞാൻ ഇതിൻ്റെ മാർക്ക് നോക്കിയില്ല, സ്റ്റാറ്റിൻ്റെ പേപ്പറിൻ്റെ മാർക്ക് ഞാൻ നോക്കിയില്ല. കാരണം ഞാൻ അതിന് പ്രിപ്പയർ ചെയ്ത ആളല്ല, സൈഡിൽ കൂടെ കൊണ്ടുപോയതാണ്. അതിപ്പോൾ ഒരുവിധം എല്ലാവരും അങ്ങനെ ആയിരിക്കും. അപ്പം ഞാൻ സാർക്ക് മാർക്ക് ലിസ്റ്റ് അയച്ചപ്പോൾ സാറിനോട് ചോദിച്ചാൽ എന്താ പറ്റിയേ, നമ്മൾ പ്രതീക്ഷിച്ചത്ര ആയില്ലല്ലോ. അപ്പം ഞാൻ അറിയില്ല, അന്ന് ആ ഒരു വിഷമത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു ഓക്കെ, ഇങ്ങനെ വന്ന് കാണും എക്സാമിന് മുന്നേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സാറെ കാണാൻ പോയി. സാർ അപ്പം എനിക്ക് ഒരു ഫ്രണ്ടിനെ പരിചയപ്പെടുത്തി, ടീമേറ്റ്സിൽ തന്നെ സ്റ്റുഡൻറ്റ്, അച്ചീവറാണ്. അപ്പോൾ ഓളിങ്ങനെ സാറിനോട് സാറ് ചോദിച്ച് JSOൻ്റെ ലിസ്റ്റിൽ എത്ര മാർക്ക് ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ഓൾ മാർക്ക് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ഓക്കെ, എന്നാൽ പിന്നെ ഞാനൊന്ന് നോക്കിയേക്കാം എന്ന് വിചാരിച്ച് നോക്കി. എന്നിട്ട് ഞാൻ സാറോട് ഇങ്ങനെ പറഞ്ഞു ഇത്ര മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു ഓക്കെ, ഇതിനൊരു ചാൻസ് ഉണ്ട്. കാരണം Tier 1 ഇത് കൂടുതലാണല്ലോ, കട്ട് ഓഫ് കൂടുതലാണല്ലോ. അപ്പം അങ്ങനെയുള്ളവരെ എഴുതുള്ളൂ. പിന്നെ കുറേ പേർക്ക് ജനറൽ പോസ്റ്റ് കിട്ടും. പിന്നെ ഇത് മാത്സ്, എക്കണോമിക്സ് അങ്ങനെ കുറച്ച് സബ്ജക്ട്സ് പഠിച്ചവർക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പം
ചാൻസ് ഉണ്ടെന്ന് സാറ് പറഞ്ഞു. പക്ഷേ ഞാനത് മൈൻഡിലേക്ക് എടുത്തിട്ട് പിന്നെ അഥവാ കിട്ടിയില്ലെങ്കിൽ വിഷമാകുമല്ലോ വിചാരിച്ചാൽ ഞാനത് അവിടെ വെച്ചു. പിന്നെ ഒരു 8-ാം തീയതിൻ്റെ ഒരു 6-ാം തീയതി ഞാൻ രാത്രിയായപ്പോൾ സാറിങ്ങനെ റിസൾട്ട് ഇന്ന് വരും എല്ലാവരും കാത്തിരുന്നു എന്നൊക്കെ പറഞ്ഞു 5-ാം തീയതിയൊക്കെ ആയപ്പോൾ. അപ്പം ഞാൻ എല്ലാവരും ഉറങ്ങാണ്ട് 11 മണിക്കോ 12 മണിക്കോ വരുമെന്ന് വിചാരിച്ച് എല്ലാവരും ഉറങ്ങാണ്ട് സാറ് പറഞ്ഞു റിസൾട്ട് വന്നാൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ ഉറങ്ങും. ഗ്രൂപ്പിൽ ഇങ്ങനെ മെസ്സേജ് അയക്കാം, ഞാൻ ഉറങ്ങും, നിങ്ങൾ ആരെങ്കിലും ഒരാൾ എന്നെ വിളിച്ചാൽ മതി റിസൾട്ട് വന്നാൽ. അപ്പോൾ എല്ലാവരും ഉറങ്ങാണ്ടിരിക്കുക 12 മണി വരെ. കാരണം 2024 വരുന്നത് ആ ഒരു സമയത്താണ്, 12 മണി ആ ഒരു സമയത്താണ്. അപ്പം അന്ന് ഞാനിങ്ങനെ ഓക്കെ ചിലപ്പം കിട്ടിയായിരിക്കും, പക്ഷേ വീട്ടിൽ നിന്നൊന്നും ഞാൻ പറഞ്ഞില്ല കിട്ടാൻ ചാൻസ് ഉണ്ടെന്നൊന്നും പറഞ്ഞില്ല, വെറുതെ പ്രതീക്ഷ കൊടുക്കണ്ടല്ലോ ഞാൻ പറഞ്ഞില്ല. പിന്നെ അന്ന് വന്നില്ല. പിറ്റേന്ന് രാത്രി ആയപ്പോഴും സാർ ഇതേ സാധനം ചിലപ്പം വരും, അപ്പം അന്നും പ്രതീക്ഷ അന്നും വന്നില്ല. അങ്ങനെ അപ്പം ഞാൻ സാർ അന്ന് അയച്ച മെസ്സേജ് ഒന്ന് എടുത്തു നോക്കി. സാർ ഇങ്ങനെ എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞൊരു ഓഡിയോ ഞാൻ ഒന്നുകൂടി കേട്ടു നോക്കി. തെറ്റിപ്പോയതല്ലേ, അതെ അല്ലല്ലോ എന്നൊക്കെ. അപ്പം സാർ എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി കേട്ടപ്പോൾ എനിക്കൊരു ആശ്വാസം. പിന്നെ 8-ാം തീയതി തീരെ പ്രതീക്ഷിച്ചില്ല, വൈകുന്നേരമാണല്ലോ വരുന്നത്, രാത്രിയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഇരിക്കുക. അന്ന് എനിക്ക് പനിയാണ്, ഞാൻ ടീമേറ്റ്സിൽ ലീവാണ്, മെൻറ്ററായിട്ട് വന്നില്ല. അങ്ങനെ ഓക്കെ ഞങ്ങളിങ്ങനെ ഇരുന്ന് കഥ പറയാം. അപ്പോൾ വെറുതെ ഞാനിങ്ങനെ ഫോണ് ഡബിൾ ടാപ്പ് ചെയ്തപ്പോൾ CGL റിസൾട്ട് എന്ന് പറഞ്ഞ് കണ്ട് ടെലിഗ്രാമിൽ നോട്ടിഫിക്കേഷൻ കണ്ട്. അപ്പം ഞാൻ വേഗം വാട്സപ്പ് എടുത്ത് നോക്കി, അതിനകത്ത് എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പം ഉണ്ട് ജെറിന് ഗ്രൂപ്പിൽ ഞാൻ ക്ലിയർ ആയി, മെൻറ്റേഴ്സിൻ്റെ ഗ്രൂപ്പിൽ മെൻറ്ററാണല്ലോ ക്ലിയർ ആയി പറഞ്ഞു. അപ്പം ഞാൻ വേഗം ലിസ്റ്റ് എടുത്ത് നോക്കി. 3 ലിസ്റ്റ് ഉണ്ട്, ഒന്ന് വിത്ത് ഹെൽഡ്, ഒന്ന് ജനറൽ ലിസ്റ്റ്, ഒന്ന് സ്റ്റാറ്റിൻ ലിസ്റ്റ്. അത് ലിസ്റ്റ് 1 സ്റ്റാറ്റിൻ ലിസ്റ്റ്. അപ്പം ഞാൻ ഫസ്റ്റ് എടുക്കുന്ന ലിസ്റ്റ് 3 വിത്ത് ഹെൽഡ്. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ പേരില്ല. അപ്പോൾ ഞാൻ ഓക്കെ കിട്ടിയില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോൾ അത് വിത്ത് ഹെൽഡ്. പിന്നെ സെക്കൻഡ് ലിസ്റ്റ് എടുത്തപ്പോൾ അതിൽ കാവ്യാന്ന് അടിച്ചപ്പോൾ 8 പേര് വന്ന്, അപ്പോൾ അതിൽ ഞാനില്ല ജനറൽ ലിസ്റ്റിൽ. അപ്പം ഞാൻ 3-ാമത്തെ ലിസ്റ്റ് ഫസ്റ്റ് ലിസ്റ്റ് എടുത്ത്, അപ്പോൾ അതിനകത്ത് ഒരു കാവ്യ. അപ്പം ഞാൻ ഒരു കാവ്യ ഞാനാവില്ല, കുറേ പേരുണ്ടല്ലോ. അങ്ങനെ നോക്കിയപ്പോൾ അച്ഛൻ്റെ പേര് അമ്മേൻ്റെ പേര്. അപ്പം ഞാൻ റോൾ നമ്പർ സ്ലിപ്പ് ഹോൾ ടിക്കറ്റിൽ വേഗം എവിടെയോ പോയി തപ്പിക്കൊണ്ടുവന്ന് നോക്കിയപ്പോൾ സെയിം തന്നെ. അപ്പം ഞാൻ വേഗം സന്ദേശ് സാറെ വിളിച്ച് ഞാൻ പറഞ്ഞു. പിന്നെ വീട്ടുകാരെ പറഞ്ഞു, എല്ലാവരും ഭയങ്കര ഹാപ്പി. അപ്പോഴാണ് റാങ്ക് 1 ആണെന്ന് ഗ്രൂപ്പിൽ അറിയുന്നത്. ഗ്രൂപ്പിൽ ആദ്യം പറഞ്ഞില്ലല്ലോ, ആദ്യം ഇങ്ങനെ കൺഗ്രാറ്റ്സ് കാവ്യ ജെറിന് മെൻറ്റേഴ്സിന് ഇങ്ങനെ കൺഗ്രാറ്റുലേഷൻസ് പറയുമ്പോൾ ആകാശേട്ടനാണെന്ന് തോന്നുന്നു റാങ്ക് 2 ആണെന്ന് ആദ്യമായിട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞ് റാങ്ക് 1. ഞാൻ റാങ്ക് 1 തീരെ പ്രതീക്ഷിച്ചില്ല. അത് ഭയങ്കര ഒരു ഞാനിങ്ങനെ ഇത് പറഞ്ഞപ്പോൾ ഇങ്ങനെ ആലോചിക്കുക. ഐ മീൻ ലൈക്ക് ആ റോൾ നമ്പർ എടുക്കാൻ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, ഒരു ഹസ്ബൻഡിൻ്റെ ഇത് ഞാൻ എത്തിയോ ഇപ്പോഴും കൺഫ്യൂഷൻ. സത്യം പറഞ്ഞാൽ എനിക്ക് ജോലി കിട്ടിയോ എന്നുള്ളത് കൺഫേം ആകാൻ കുറച്ച് സമയം എടുക്കും അല്ലേ. എനിക്ക് ഈ ജോലി ഇപ്പോഴും ഈ ജോലി ഉണ്ടോ എന്ന് പിന്നെയും നമ്മൾ ലിസ്റ്റ് എടുത്ത് നോക്കുന്ന അവസ്ഥയിലേക്ക് വരും. കുറേ നോക്കിയിട്ടില്ലേ, വീണ്ടും നോക്കും, റോൾ നമ്പർ നോക്കും, അച്ഛൻ്റെ പേര് തന്നെയല്ലേ, അമ്മേൻ്റെ പേര് തന്നെയല്ലേ. ഓക്കെ, അതെല്ലാവരും കടന്നു പോകുന്നൊരു സിറ്റുവേഷൻ. കാരണം അത്രയും കഷ്ടപ്പെട്ട് നമ്മളൊരു റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴുള്ളൊരു മാനസിക കണ്ടീഷനാണത്. ഓക്കെ ഫൈൻ. സോ ഹൗ ഇറ്റ് ഫീൽസ് ലൈക്ക് ഫസ്റ്റ് സെൻട്രൽ ഗവൺമെൻറ് ഓഫീസർ ഇൻ ദ ഫാമിലി? ഭയങ്കര പ്രൗഡാണ്. കാരണം റാങ്ക് 1 കൂടെ ആരും പ്രതീക്ഷിക്കുന്നില്ല. പഠിക്കുന്നുണ്ട് കുറേ കാലമായിട്ട്, അപ്പോൾ എപ്പോഴാണ് കിട്ടുക നമുക്കും അറിയില്ല. അപ്പോൾ എല്ലാവരും 2-3 വർഷമായി പഠിക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ ഫസ്റ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും തമ്മിൽ പറയുന്നുണ്ടാവും. എന്നോട് വന്ന് ഫസ്റ്റ് ആണോ എന്നൊന്നും ചോദിക്കുന്നില്ലെങ്കിലും എല്ലാവരും ഇങ്ങനെ ഫസ്റ്റ് റാങ്ക് ആണോ, എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഞാൻ അന്ന് റിസൾട്ട് കിട്ടി കാവ്യയുടെ വീട്ടിലേക്ക് ഞങ്ങൾ ടീമായിട്ട് വന്ന് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പേരാമ്പ്രയിൽ നിന്ന് അവിടെ എത്തുന്നതിന് മുമ്പ് ഇടത്തോട്ട് പോയി നല്ലൊരു ഗ്രാമം, അതിൻ്റെ മേലേക്ക് ഒരു വീട്, ഒരു ഫുള്ളി പീസ്ഫുൾ ആയിട്ടുള്ള അന്തരീക്ഷം. അവിടെ ഞങ്ങൾ ശരിക്കും ഞെട്ടിച്ചത് ഫുൾ ഫാമിലി ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം എനിക്കത് കണ്ടപ്പോൾ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ നീ ഒരു റിസൾട്ട് നേടിയപ്പോൾ നിൻ്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ ഫാമിലിയിൽ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര സന്തോഷം. ഒരു കേക്ക് കൊണ്ടുവന്ന് കട്ട് ചെയ്ത്, സോ ഇറ്റ്സ് ലൈക്ക് എ ഫാമിലി. ഭയങ്കര രസമായിരുന്നു. സോ എങ്ങനെയാണ് ഈ പ്രിപ്പറേഷൻ്റെ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്? ഐ മീൻ ടീമേറ്റ്സിലെത്തിയത് ഞാൻ 2022 സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ടീമേറ്റ്സിൽ ഞാൻ എത്തിയത് 2024 ആദ്യം എൻ്റെ കോച്ചിങ് കഴിഞ്ഞു, ബേസ് കഴിഞ്ഞു, റെഗുലർ കഴിഞ്ഞു. പിന്നെ എവിടെയില്ല, ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ പഠിക്കുന്നുണ്ട്, പഠിക്കാണ്ടിരിക്കുന്നില്ല. പക്ഷെ പഠിച്ചിട്ട് എവിടെ എത്തുന്നില്ല, എന്തോ പഠിക്കുന്നുണ്ട്. ആൾക്കാർ ഇപ്പോൾ യൂട്യൂബിൽ കുറേ വീഡിയോസ് ഉണ്ടാവും, അപ്പോൾ പറയുന്നൊക്കെ പഠിക്കും. പക്ഷെ എന്താ വേണ്ടത് അത് നമുക്ക് ഒരാൾ പറഞ്ഞു തരണം. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. അതൊരാൾ പറഞ്ഞു തന്നപ്പോഴാണ് ഇങ്ങനൊരു ആവശ്യം എനിക്ക് ഉണ്ടായിരുന്നു മനസ്സിലായി. ചിലപ്പോൾ ഇന്നും എനിക്ക് കിട്ടൂല, അന്ന് ഞാൻ അവിടെ വന്നില്ലെങ്കിൽ. അപ്പം 2023 ഫസ്റ്റിൽ എൻ്റെ കോച്ചിങ് കഴിഞ്ഞ് പിന്നെ 2024 വരെ ഞാൻ ഒറ്റയ്ക്ക് നോക്കി. പിന്നെ ഞാൻ ഹോസ്റ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്ത്
ഹോസ്റ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോഴാണ് എനിക്കൊരു ഫ്രണ്ട് പറഞ്ഞു ഇങ്ങനെ മീറ്റ് ദ മെൻറ്റർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ടീംമേറ്റ്സിൽ നടക്കുന്നുണ്ട്, നീ ഒന്ന് ചെന്ന് നോക്കുക. കാരണം എൻ്റെ ഒരു ലെവലും ഒക്കെ അവർക്ക് അറിയാം. അപ്പം ഞാൻ പോകുന്നില്ല എന്ന് ഓളിനോട് ആദ്യം പറഞ്ഞു. ഞാൻ പോകുന്നില്ല, ഞാൻ പോകാനായില്ല, ഇനി ഒന്ന് പോയി നോക്ക്, അപ്പോൾ സാറ് പറഞ്ഞു തരും അങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ നമ്പർ കിട്ടി, ആകാശേട്ടനെ കോണ്ടാക്ട് ചെയ്തു. അപ്പം പ്രോഗ്രാം ഏകദേശം കഴിയാനായിട്ടുണ്ട്, അപ്പം സ്ലോട്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് അത്യാവശ്യമാണ്, ഒന്ന് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ ചോദിച്ചപ്പോൾ ആകാശേട്ടൻ അങ്ങനെ ആകാശേട്ടൻ അറേഞ്ച് ചെയ്ത് തന്നു. അങ്ങനെ ഞാൻ വന്നു, സന്ധ്യ സാറെ കണ്ടു. സാർ ഇങ്ങനെ ചോദിച്ചു എന്താ ചെയ്തത്. അപ്പോൾ അതിൻ്റെ മുന്നത്തെ വർഷം ഞാൻ ടയർ 2 എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്കോറൊക്കെ ഏതിനൊക്കെ എങ്ങനെയാണ് കുറഞ്ഞ് എന്താണെന്നൊക്കെ ചോദിച്ച് ഒക്കെ സാർ എഴുതി തന്നു. ഇനി ഇത്ര മണിക്കൂർ ഇത് പഠിക്കണം, അത്ര മണിക്കൂർ ഇത് പഠിക്കണം, അഡ്വാൻസ് ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്തോ, എന്നിട്ട് അഡ്വാൻസ് മെറ്റീരിയൽ എടുത്ത് അത് സോൾവ് ചെയ്യുക, അങ്ങനെയൊക്കെ പറഞ്ഞ് കറക്റ്റ് പറഞ്ഞു തന്നു. ഇത്ര അരമണിക്കൂർ വൊക്കാബ്, അരമണിക്കൂർ കോംപ്രഹെൻഷൻ, എല്ലാം കറക്റ്റ് ഒരു 10+ അവേഴ്സിൻ്റെ സാധനം എനിക്ക് പറഞ്ഞു തന്നു. അതായത് അത് എനിക്ക് മാത്രം കസ്റ്റമൈസ്ഡ് ആണ്. സന്ദേശം പറയുന്നത് ഇൻഡിവിജ്വലി ടൈലേർഡ് എന്ന് ആ ഒരു വാക്കിനെ സന്ദേശം പ്രയോഗിക്കൽ അങ്ങനെ, ഇൻഡിവിജ്വലി ടൈലേർഡ്, ഓരോരുത്തർക്ക് വേണ്ടി അളവിന് അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്യേണ്ട ഏരിയ അനുസരിച്ച് നമ്മൾ കൊടുക്കാം. അതെ, എൻ്റെ ഒരു ഫ്രണ്ടിന് പറഞ്ഞു കൊടുത്ത് വേറെയാ, എനിക്ക് കുറച്ചുകൂടി ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യുക, അപ്പോൾ ക്രിട്ടിക്കൽ റീസണിങ് റെഡി ആയിക്കോളും, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു മാത്സ് നോക്കാൻ. അതായത് ഓരോരുത്തർക്ക് ഓരോന്ന് പറഞ്ഞു കൊടുത്ത് എനിക്ക് വേണ്ടത് സാറ് പറഞ്ഞു തന്ന് ഞാനത് ഫോളോ ചെയ്ത്. ആ ടൈമിലാണ് അഡ്വാൻസ് ബാച്ച് കഴിയുമ്പോഴേക്കും ടയർ 1 എക്സാം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ താനെ ആഡാവും, അടുത്ത ഗ്രൂപ്പിലേക്ക് നമ്മൾ താനെ ആഡാവും. ടയർ 2 മെൻറ്റർഷിപ്പ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തു ഒക്ടോബറിൽ. അത് ഞാൻ കറക്റ്റ് ഫോളോ ചെയ്തു. അത് എൻ്റെ ലൈഫിൽ അത്രയും ചേഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്ത് ജനുവരി എക്സാമിൻ്റെ അന്ന് രാവിലെ വരെ ഒരു എക്സാം നമുക്ക് തരും, ഒന്ന് ആ ഒരു ടെൻഷൻ ഒന്ന് മാറാൻ വേണ്ടിയിട്ട്. മാത്സിൻ്റെ റീസണിങ്ങിൻ്റെ ഒരു ടെസ്റ്റ് രാവിലെ പുലർച്ചെ ഒരു 4 മണിക്ക് ആഡ് ചെയ്തിടും. അത് നമുക്ക് ചെയ്തിട്ടാണ് എക്സാമിന് പോവുക. അതും ഞാൻ ചെയ്തു. അപ്പോൾ ഞാൻ കോൺഫിഡൻ്റ് ആയി. അത് ഭയങ്കര ഈസി ആയിട്ടാണ് തരിക, കാരണം നമ്മൾ കോൺഫിഡൻ്റ് ആവണമല്ലോ. അപ്പോൾ അത് തലേന്ന് ഒരു 2-3 ദിവസം മുന്നേ ഷെഡ്യൂൾ കഴിഞ്ഞു, പക്ഷേ അന്ന് രാവിലെ ഒരു എക്സാം ആഡ് ചെയ്തു, അത് ചെയ്ത്. പിന്നെ അത് ഞാൻ കറക്റ്റ് ഫോളോ ചെയ്തിട്ടുണ്ട്. എന്താണ് ഇംഗ്ലീഷ് ആണെങ്കിലും മാത്സിൻ്റെ ഡെയിലി ടെസ്റ്റ്, ബെസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാം ഞാൻ അന്നന്ന് ഇപ്പോൾ ഒരു ദിവസമൊക്കെ ചിലപ്പം വിട്ടു പറ്റുമല്ലോ, അത് അടുത്ത ദിവസം ക്ലിയർ ചെയ്ത് കറക്റ്റ് ഫോളോ ചെയ്ത്. അതുകൊണ്ടാണ് ഇന്നിവിടെ ഇരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും. അന്ന് ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർക്കാൻ ഒരു കാര്യം കൂടി ഉണ്ട്. അന്ന് വീട്ടിൽ വന്ന സമയത്ത് ഒരു കസിൻ കൂടെ ഉണ്ടായിരുന്നില്ലേ, കസിൻ പറഞ്ഞു ഇവിടൊരു പരിപാടിക്ക് ഞങ്ങൾ വിളിക്കാറില്ല, ശല്യപ്പെടുത്താറില്ല, എന്നാലും വീട്ടിലിരുന്ന് പഠിക്കട്ടെ, ജോലി കിട്ടട്ടെ. സത്യം പറഞ്ഞാൽ ടീമേറ്റ്സിനെ സംബന്ധിച്ച് ടീമേറ്റ്സ് ആഗ്രഹിക്കുന്നത് തന്നെയാണ്. ഇപ്പം നിങ്ങളോട് എപ്പോഴും ഞങ്ങൾ ചോദിക്കുന്ന ടൈം ചോദിക്കും, പക്ഷേ ഞങ്ങൾ അതിനെക്കുറിച്ച് എഫേർട്ട് ഞങ്ങളെ ഭാഗത്തിടും. പക്ഷേ അതിന് വേണ്ടി നിങ്ങൾ തിരിച്ചു കൊണ്ട് തന്നാൽ റിസൾട്ട് ആവും. കാരണം ടീമേറ്റ്സിന് കൃത്യമായ പ്ലാൻ ഉണ്ട്. അതിപ്പോൾ ഇനി ബാങ്കിലായാലും മെസ്സേജിൽ വിസിബിളാണ്. ലാസ്റ്റ് ഇയർ റിസൾട്ട് നിങ്ങൾ നോക്കിയാൽ അത് ഭയങ്കര വിസിബിളാണ്. കാരണം ഓരോരുത്തർക്ക് വേണ്ടി ഓരോരുത്തർ പ്ലാൻ കൊടുക്കുക. അതിപ്പോൾ ഒരു ക്ലാസ്സിൽ ആ മാർക്കിനനുസരിച്ച് ആ കുട്ടി ഏത് ക്ലാസ്സിലിരിക്കണം, ബാച്ച് ചേഞ്ച് ചെയ്യുക. അപ്പം ഇത് സത്യം പറഞ്ഞാൽ ആ ഒരു സിസ്റ്റം തന്നെയാണ് കാവ്യ ഉൾപ്പെടെ റാങ്ക് 1 പലരെയും എത്തിക്കാൻ കഴിഞ്ഞെന്നുള്ളതാണ്. പക്ഷേ റിസൾട്ട് അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ്. ആ റിസൾട്ട് കിട്ടിയ സമയത്ത്, ഈ റിസൾട്ട് അറിഞ്ഞ സമയത്ത് അച്ഛനും അമ്മയും അടുത്തുണ്ടായിരുന്നു. ഞാൻ പോയി കണ്ടു. അതായത് എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു എക്സ്പ്രഷൻ. അപ്പൊ ഞാൻ വിളിച്ചു പറഞ്ഞില്ല, അതെ, ഞാനും ഫ്രണ്ടും പുറത്ത് പോകുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് വരാമെന്ന് വെറുതെ വിളിച്ചു പറഞ്ഞു. നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങണ്ട, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അതായത് ഓള് പുറത്താ വർക്ക് ചെയ്യുക, അപ്പം ഇടയ്ക്കേ കാണുള്ളൂ. അപ്പം അമ്മ അച്ഛനും വിചാരിച്ചു ഓക്കെ പുറത്ത് പോകുമായിരിക്കും. അപ്പം എന്നിട്ട് ഞാൻ ഓരോരുത്ത് പോയി, എനിക്ക് കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അനിയൻ്റെ കാണാൻ പറ്റില്ല, ഓൻ ബാംഗ്ലൂരാ. അപ്പം ഞാൻ അവനെ വിളിച്ച് റെക്കോർഡ് ചെയ്ത് വെച്ച്. അപ്പോൾ ഓനോട് പറയാ ഇന്ന് 11/11 വിഷ് ചെയ്തു, ഞാൻ 11/11 ആയപ്പോൾ വിഷ് ചെയ്ത് എനിക്ക് ജോലി കിട്ടണേന്നാണെന്ന് പറഞ്ഞു, കുട്ടിന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഞാൻ അവരെ പോയി കണ്ട്, അച്ഛനമ്മനെ കണ്ട് അത് വീഡിയോ ഞാൻ പറഞ്ഞു രണ്ടാളും ഇരിക്കുന്നു എന്നിട്ട് രണ്ടാളും എന്താണ് ഈ പറയുന്നതെന്ന് അറിയില്ലല്ലോ. ഞാൻ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന്. എന്താ അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു എനിക്കൊരു കാര്യം പറയാനുണ്ട് പറഞ്ഞു. അച്ഛൻ അവിടെ നിൽക്കുക, അമ്മ ഇരിക്കുക. അപ്പോൾ ഞാനിങ്ങനെ അമ്മേൻ്റെ കൈയൊക്കെ പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു അന്ന് ഞാൻ പറഞ്ഞില്ലായിനോ ചിലപ്പം സ്റ്റാറ്റീൻ്റെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് സാറ് പറഞ്ഞു. അന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞിരുന്നു, സാറ് പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ കിട്ടും. പിന്നെ അതിനെക്കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ല. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു അത് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഭയങ്കര എക്സ്പ്രഷനൊന്നുമില്ല, പക്ഷെ എനിക്ക് ഓരോ വാക്കും കണ്ടാൽ മനസ്സിലാവും അവർക്ക് അത് എത്ര സന്തോഷമായി. പിന്നെ പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ച്. അന്ന് എനിക്ക് പനിയാ, പക്ഷെ പിന്നെ എനിക്ക് പനിയില്ല, പനിയൊക്കെ മാറി. ഇപ്പോൾ ഇനിയിപ്പം നിയമനം മറ്റു കാര്യങ്ങളൊക്കെ ഒന്നായിട്ടില്ല, വെരിഫിക്കേഷൻ കഴിഞ്ഞില്ല.
ഇപ്പം അടുത്ത് തന്നെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. എങ്ങനെയുണ്ട് ടീംമേറ്റ്സിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഓവറോൾ ആസ് എ സ്റ്റുഡൻറ്റ് ടു മെൻറ്റർ? അതെനിക്ക് പറയാനുണ്ട്. സ്റ്റുഡൻ്റ് ആയപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും ഇവർ എത്ര എഫേർട്ട് എടുക്കുന്നുണ്ട്. 9 മണിക്ക് ക്വിസ്, പിന്നെ GK ക്വിസ്, വൊക്കാബ് ക്വിസ്, GK ക്വിസ്, പിന്നെ എക്സാം, ലൈവ് മോക്ക്. അത് വേണമെങ്കിൽ അവിടെ വന്നിട്ട് എഴുതാം. അത് സന്ധ്യ സാർ ഇങ്ങനെ പറയലുണ്ട്, അവിടെ വന്ന് എഴുതണം എന്നാലേ എക്സാം ഫിയർ മാറുള്ളൂ എന്നൊക്കെ. അപ്പം ഞാനിങ്ങനെ നല്ലപോലെ എഫേർട്ട് ഇവർ എടുക്കുന്നുണ്ട് എന്ന് എൻ്റെ മനസ്സിൽ തോന്നി. പക്ഷേ മെൻറ്ററായിട്ട് കയറിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓരോ ആൾക്കാരും അത്ര എഫേർട്ട് എടുക്കും. ഞാനിപ്പോൾ മെൻറ്ററായിട്ട് കയറിയപ്പം കുട്ടികൾക്ക് എത്ര കൊടുക്കുന്നുണ്ടോ അങ്ങനെ ഓരോരുത്തരും അത്രയും ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇനിയിപ്പം ജീവിതത്തിൽ ഒരാഗ്രഹം ഉണ്ടോ? ലൈക്ക് ഞാൻ നേടിയ പോലൊരു നേട്ടം അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം, അവരുടെ വിജയത്തിൻ്റെ ഭാഗമാകണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളിലുണ്ടോ? ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഉള്ളവരെ പഠിപ്പിക്കണം എന്ന് എനിക്ക് ആഗ്രഹം. അതായത് എല്ലാവരും പഠിക്കുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ ആകുമ്പോൾ നമുക്ക് പഠിക്കാൻ കുറച്ചുകൂടി ഒരു ഇതുണ്ടാവും. അപ്പം ഞാൻ ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ ആണെങ്കിൽ എൻ്റെ കൂടെയുള്ള കുട്ടികളോട് എണീക്കുക, രാവിലെ എണീക്കുക, ഒരുമിച്ച് എണീക്കുക എന്നൊക്കെ പറയും. അപ്പം എല്ലാവർക്കും ഉഷാറായി. എല്ലാവരും കൂടി ആകുമ്പോൾ, കാരണം നമ്മളെ കൂടെ ഉള്ളവർക്കും കൂടെ കിട്ടുമ്പോൾ നമുക്ക് അതിന് സന്തോഷം കൂടും. നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ, അതായത് നമ്മൾ പഠിച്ച പോലെ തന്നെ പഠിച്ചവരുണ്ടാവും. ചിലപ്പോൾ എന്തോ കൊണ്ട് അന്നത്തെ ഇതുകൊണ്ട് പോയവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്കൊരു സുഖമാണ്. വർക്ക് ചെയ്യുന്നവർക്ക് കിട്ടണം, കഷ്ടപ്പെടുന്നവർക്ക് കിട്ടണം. ഞാനിപ്പോൾ ഇന്ന് നമ്മളെ പുതിയ കുട്ടികൾ ഇന്ന് ഫ്രഷ് ആയിട്ട് ജോയിൻ ചെയ്ത ബാച്ചിലർ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവർ എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിച്ചപ്പോൾ അവരൊന്നും ചോദിക്കുന്നില്ല, എങ്കിലും അവരുള്ളിലുള്ള സംശയം കഷ്ടപ്പെട്ട ജോലി കിട്ടുമോ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഒരു 100 ആൾക്കാർ ജോയിൻ ചെയ്താലും മേ ബി അതിൽ കുറേ ആൾക്കാർ മേ ബി അങ്ങോട്ടും വേറെ വഴിക്ക് പോകും. പക്ഷേ ഇറ്റ്സ് ഓൾ അബൌട്ട് കൺസിസ്റ്റൻസി. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്താൽ കിട്ടണം എന്നുള്ളതാണല്ലോ യൂണിവേഴ്സൽ ട്രൂത്ത്. അപ്പോൾ അതെന്താ, അത് ഇപ്പോൾ ഇത് പറഞ്ഞ പുതിയ കുട്ടികളുണ്ടാവില്ലേ, അപ്പോൾ അവരോട് പറയാൻ അവർക്ക് ഇപ്പം ഒന്നും അറിയില്ല. ഇപ്പം പഠിക്കണം. ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞാണെങ്കിൽ ആ ഒരു ഫ്ലോയിൽ പഠിച്ചു പോകും. പക്ഷെ നമ്മൾ സീരിയസ് ആവുന്ന ഒരു സമയമുണ്ട്. കുറേ പേര് ഈ കോച്ചിങ് കഴിഞ്ഞ് വിട്ടു പോകും. അപ്പം ഞാൻ ടീംമേറ്റ്സിലാണെങ്കിൽ വിട്ടു പോവില്ല, അത് ഞാൻ ഇതാക്കി പറയല്ല. കാരണം നമ്മൾ റെഗുലർ ബാച്ച് കഴിഞ്ഞ് അഡ്വാൻസ് ബാച്ച് കഴിഞ്ഞ് ഇങ്ങനെ ബാച്ചിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ കോച്ചിങ് കഴിഞ്ഞോടെ കഴിഞ്ഞ് ചിലരത് നിർത്തും, ചിലർ PSCയിലേക്ക് മാറും, ബാങ്കിലേക്ക് മാറും, പ്രൈവറ്റ് കമ്പനി നോക്കും. അങ്ങനെ പലരും പല വഴിക്ക് പോകും. ഞാനിപ്പോൾ റെഗുലർ എടുത്തതിൽ എനിക്ക് തോന്നുന്നു ഒരു 5-10 ആൾക്കാരെ പിന്നെ ഈ ഫീൽഡിൽ നിന്നുള്ളൂ. ഒരു 100 പേരൊക്കെ ഉള്ള ക്ലാസ് ആയിരിക്കും, അത്ര ആൾക്കാരെ നിൽക്കുള്ളൂ. പക്ഷെ നിന്നാൽ നമുക്ക് കിട്ടും. കാരണം ഇത് ഭയങ്കര ടഫായിട്ടുള്ള കാര്യമോ ഒന്നുമല്ല. നമ്മൾ 10th ലെവൽ അല്ലെങ്കിൽ +2 ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. പക്ഷെ അത് നമ്മൾ എന്നും ചെയ്യണം. ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് 2 ദിവസം ചെയ്തില്ലെങ്കിൽ, 2 ദിവസം എന്നല്ല, കുറച്ച് ദിവസം വിട്ടുപോയാൽ അത് പിന്നെ ആദ്യമേ തുടങ്ങണം. നമ്മൾ ചെറിയൊരു കാര്യമെങ്കിലും ദിവസവും ചെയ്യാം. എന്തെങ്കിലും ഒരു ചെറിയൊരു ഒന്നുമില്ല ഒരു മോക്കെടുക്കുക. ഇത് വിട്ടുപോകാണ്ട് നമ്മളെ മൈൻഡിൽ ഇതാണ് നമുക്ക് ദിവസവും ചെയ്യാനുള്ളത്. അങ്ങനെ ആക്കി വെച്ച് ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് കിട്ടാവുന്നതേ ഉള്ളൂ. പഠിച്ചാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്താൽ. ഭയങ്കര ബുദ്ധിയല്ല ഇതിന് വേണ്ടത്, ആ ഡിസിപ്ലിൻ അത് വേണം, നിർബന്ധമായിട്ട് വേണം. ഇനി നമുക്ക് കുറച്ചൊന്ന് മാറ്റി പിടിക്കാം, കുറച്ച് നമുക്ക് റാപ്പിഡ് ഫയർ ആയാലോ? ഓക്കെ. ആദ്യം ചോദിക്കാം, പെട്ടെന്ന് മറുപടി പറഞ്ഞു. ടീ ഓർ കോഫി? കോഫി. ബീച്ച് ഓർ മൗണ്ടൻസ്? ബീച്ച്. ബുക്സ് ഓർ മൂവീസ്? മൂവീസ്. മോർണിംഗ് ഓർ നൈറ്റ്? മോർണിംഗ്. പിസ്സ ഓർ ബിരിയാണി? ബിരിയാണി. സമ്മർ ഓർ റെയിൻ? റെയിൻ. Cats or dogs? Cats. Sweet or spicy? Sweet. Travel or stay home? Depends. Fame or money? Money. Okay. One thing you will miss about teammates? ഈ ടീം മെൻറ്റർ ആയപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു സുഖം മനസ്സിലായത്. Okay, good. Teammates is not just a coaching institute, it is dash. ടീം തന്നെ പറയാം. അത് എവിടുന്ന് ഏറ്റവും ചെറിയ ആൾ മുതൽ ഏറ്റവും വലിയ ആൾ വരെ അങ്ങനെ ഒരു ഡിഫറൻസ് അവിടെ ഇല്ല. മെൻറ്റേഴ്സ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ഈ ക്ലാസ് എടുക്കാൻ ഇടയ്ക്ക് വരുന്ന ടീച്ചേഴ്സ് ആണെങ്കിലും അവിടുത്തെ ടീമാണ്. Great. Feel proud. How many times did you think of quitting? ഇൻഫൈനൈറ്റ് ആയിരിക്കും, അത്രയ്ക്കും തോന്നിയിട്ടുണ്ട്. Why? അത് എല്ലാവർക്കും തോന്നും. അതായത് ഇത് നമ്മളെ കൊണ്ട് പറ്റുമോ, നമ്മൾ എത്ര പഠിച്ചാലും ഇത് ചിലപ്പോൾ നമുക്ക് പറ്റുമോ കിട്ടുമോ, കുറച്ച് ഭാഗ്യം കൂടെ വേണം. എല്ലാം പഠിച്ചു കഴിഞ്ഞാലും നമുക്കൊരു ആ ഒരു ടൈമും കൂടെ നമ്മളെ കൂടെ നിൽക്കണം. അപ്പം എന്തായാലും ഡൗട്ട് ഉണ്ടാവും നമ്മളെ കൊണ്ട് ഇത് പറ്റുമോ. The hardest moment? കുറേ പ്രാവശ്യം തോന്നിയിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് ഇടയ്ക്ക് ഇങ്ങനെ ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ ഒരിക്കൊരു ടെൻഷൻ ഉണ്ടാവില്ല, ഒരു 3 വർഷം ആവാനേ. അപ്പോൾ ഇടയ്ക്ക് എന്നോട് പറയും ബിഎഡിന് പോകുന്നോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ചോദിക്കും, വേണോ? പിന്നെ വേണമെങ്കിൽ നിന്നെ ഞങ്ങൾ ദുബായിൽ പറഞ്ഞേക്കാം. അങ്ങനെ പറയും. സീറ്റ് നമുക്ക് റെഡിയാക്കാം, അല്ലെങ്കിൽ ഇവിടെ അറിയുന്ന ആൾക്കാരുണ്ട്, നമുക്ക് ഗസ്റ്റ് ആയിട്ട് കയറാം. അങ്ങനെയൊക്കെ കുറെ പ്രശ്നം. പ്രായം കഴിയുമ്പോൾ മക്കൾ ആലോചിച്ചുള്ള അച്ഛനെ ടെൻഷൻ ആവും. എന്ത്
കല്യാണം ലേറ്റ് ആവോ? ഇല്ല, കല്യാണം എന്ന് പറഞ്ഞൊരു സാധനം എൻ്റെ വീട്ടിൽ ടെൻഷൻ ഇല്ല. ഇന്നേ വരെ എന്നോട് ചോദിച്ചില്ല കഴിക്കുന്നുണ്ടോ. അതുണ്ട്. കല്യാണം കഴിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചില്ല, നോക്കണമെന്ന് ചോദിച്ചിട്ടില്ല. അത് പക്ഷെ ഞാനൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. കുറേ പേര് എന്താ പഠിക്കുന്നതിനിടയ്ക്ക് നോക്കണ്ടേ, കല്യാണം കഴിക്കണ്ടേ, ഇത്ര വയസ്സായില്ലേ, അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ടോ. പക്ഷെ എൻ്റെ വീട്ടിൽ നിന്ന് പറയാം, ഇത് കിട്ടിയില്ലെങ്കിൽ എന്താ, ഒരു ഗവൺമെൻറ് ജോലി കിട്ടാനുള്ള വയസ്സൊന്നും എനിക്ക് ആയിട്ടൊന്നുമില്ല, വൈകിട്ടൊന്നുമില്ല. അതായത് ഇനിയും കഴിഞ്ഞിട്ട് നോക്കുന്നവരുണ്ട്. അങ്ങനെ എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. ഓക്കെ, സോ യുവർ ഫേവറേറ്റ് സ്പോട്ട് ഇൻസൈഡ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട്? ലൈബ്രറിയിലെ ഓഫീസ് ഉണ്ടല്ലോ, ഞങ്ങളിരിക്കുന്ന ഓഫീസ്. നിങ്ങളിരിക്കുന്ന ഓഫീസ് മെൻറൈറ്റിരുന്ന ഓഫീസ്? മെൻറൈറ്റിരുന്ന. എന്താണ് അങ്ങനെ? നല്ല രസമാണ്. ക്യാമറ ഇല്ല. പക്ഷെ ക്യാമറ ഇല്ലാതെ വർക്കൊന്നും പെൻഡിങ്ങൊന്നുമില്ലല്ലോ അല്ലേ? ഓക്കെ. വൺ തിങ് ദാറ്റ് മേക്സ് ടീംമേറ്റ്സ് അക്കാദമി വെരി ഡിഫറെൻറ്റ്? നമ്മുടെ കൂടെ ഉണ്ടാവും. അതായത് നമ്മൾ ഇന്ന് ചേരുന്നോ റിസൾട്ട് വരെ, അതായത് നമ്മളെ കയ്യിൽ നിന്നൊരു എഫേർട്ട് ഇടുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ കൂടെ ഉണ്ടാവും, എല്ലാവരും കൂടെ ഉണ്ടാവും. ഞാനത് കുട്ടികളോട് പറയാറുണ്ട്, ലാസ്റ്റ് നിങ്ങൾ ആ കസേരയിൽ ഇരിക്കൂലേ, അതെനിക്ക് വാക്കാരാൻ പറ്റും. നിങ്ങളെ സമയം തരാൻ തയ്യാറുണ്ടെങ്കിൽ ടീമേഴ്സ് നിങ്ങളെ ലാസ്റ്റ് നിങ്ങളെ കസേര കൊണ്ട് ഇരുത്തുന്നവരെ കൂടെ നിൽക്കുമെന്ന് പറയാറുണ്ട്. ജെന്യൂനാണ്. അതായത് നമുക്ക് റിസൾട്ട് കിട്ടണമെന്ന് ഓർക്കും കൂടെ, അതായത് ടീമേറ്റ്സിന് ഒരു നിർബന്ധമുള്ള പോലെയാണ്. തീർച്ചയായിട്ടും. യുവർ ഫേവറേറ്റ് വേ ടു റിലാക്സ് ആഫ്റ്റർ സ്റ്റഡി? മ്യൂസിക്. വാട്ട് കൈൻഡ് ഓഫ് മ്യൂസിക്? അത് ഓരോ ദിവസം ഓരോ പോലെയാണ്. ചില ദിവസം മോട്ടിവേഷൻ ആയിരിക്കും, ചില ദിവസം സന്തോഷമായിരിക്കും, അല്ലെങ്കിൽ വീട്ടുകാരോട് സംസാരിക്കാം. ഡാർക്ക്. ഇഷ്ടപ്പെട്ട സിംഗർ ആരാ? ശ്രേയ ഘോഷാൽ. ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട് ഏതാ? 1, 2, 4 ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടി കേൾക്കട്ടെ. പാടാനാ? ഒന്ന് പാടി നോക്ക്. 2 വരി. വേണ്ട. What was the biggest challenge during preparation? സെൽഫ് ഡൗട്ട്. എനിക്ക് തന്നെ തോന്നും, കിട്ടുമോ കിട്ടിയില്ലെങ്കിലും. അതായത് ഈ വീട്ടുകാരൊക്കെ നമുക്ക് പ്രഷർ വരുന്നുണ്ടെങ്കിൽ സുഖ, അതെങ്കിലും വിചാരിക്കാം. ഇത് അതും ഇല്ല, പ്രഷറും ഇല്ല, കിട്ടും എന്നുള്ളൊരു വിശ്വാസം ഓർക്കുണ്ട്. പക്ഷെ നമുക്ക് എത്ര വർക്ക് ചെയ്തിട്ടും പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ഒരു പോയിന്റ് വരും. നമ്മൾ തന്നെ വിചാരിക്കും, ഇത്ര ഞാൻ ചെയ്തിട്ടെന്താ എനിക്കൊരിത് കിട്ടാത്തെന്നുള്ളത് ഒരു തോന്നൽ വരും. അതാണ് ഭയങ്കര പ്രശ്നം. ഇതൊരു കണക്ട് ചെയ്യാൻ പറ്റിയ ഒറ്റൊരു ക്വസ്റ്റ്യൻ. The day you felt I can crack this. ഞാൻ ഈ ഒക്ടോബറിൽ ഇത് തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ, ഇവിടുത്തെ ടൈം ടേബിൾ ഷെഡ്യൂൾ കറക്റ്റ് രാവിലെ തലേന്ന് ഇടും, നാളെ എന്താ പഠിക്കാനുള്ളതെന്ന്. അപ്പം ഞാൻ അതിനനുസരിച്ച് എൻ്റെ ടൈമൊക്കെ സെറ്റ് ചെയ്ത് ടൈം ടേബിളൊക്കെ ആക്കി ഇരുന്ന്, അത് കുറേ മാസം പോയപ്പോൾ എക്സാമിന് മുന്നേ എനിക്ക് തോന്നി, ഇതെനിക്ക് ഈ എക്സാം എന്തായാലും എനിക്ക് കിട്ടും എന്ന് എനിക്കൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഗുഡ്. കാവ്യൻ്റെ അഭിപ്രായത്തിൽ എന്താണ് സക്സസ്? ഈ എക്സാം എഴുതി കിട്ടുന്നതല്ല, അങ്ങനെ ഞാൻ പറയില്ല. അതായത് നമ്മൾ എന്താണോ ആഗ്രഹിച്ച സാധനം, അതെന്തെന്ന് ഞാൻ പറയുന്നില്ല, അത് നമുക്ക് കിട്ടുന്നത് ഒരു സക്സസ്. പിന്നെ നമ്മളെ കൂടെ ഫാമിലി, നമുക്ക് ഇഷ്ടപ്പെടുന്നവർ കൂടെ നമുക്കത് കിട്ടുന്നതാണ് ഏറ്റവും വലിയ സക്സസ്. അതെന്ത് ചെറിയ അതെ സക്സസ് ആണ്. ഓക്കെ, റാങ്ക് യുവർ SSC സബ്ജക്ട്സ് ഫ്രം ഈസിയസ്റ്റ് ടു ഹാർഡസ്റ്റ്. റീസണിങ് ഈസിയസ്റ്റ്. ഇപ്പോഴത്തെ പാറ്റേൺ വെച്ചിട്ടാണെങ്കിൽ ഹാർഡസ്റ്റ് എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ്. എനിക്ക് എൻ്റെ പെർസ്പെക്റ്റീവിലാണെങ്കിൽ റീസണിങ് ഏറ്റവും ഈസി, പിന്നെ ചിലപ്പോൾ മാത്സ് ആയിരിക്കും, പിന്നെ ഇംഗ്ലീഷ്, ഏറ്റവും ടഫ് ജി കെ. എങ്ങനെ പഠിച്ചു? പെർമറിൻ്റെ ക്ലാസ്, കുറേ ക്ലാസ് കാണും, പെർമർ അക്കാദമിയിലെ ക്ലാസ് കാണും, പിന്നെ അത് റിവൈസ് ചെയ്യും. GK എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ്. അതെ, ഡ്രൈ ആണ്. Who was your study partner here? അങ്ങനെ ഫുൾ ടൈം ഒരു പാർട്ട്ണർ എനിക്കില്ലായിരുന്നു, സിംഗിളായിരുന്നു. കാവ്യ, കുറച്ച് വെറൈറ്റി ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. വാട്ട്സ് എ ഹിഡൻ ടാലന്റ് യു ഹാവ്? കം ഓൺ. ഹിഡൻ ടാലന്റ്. അത് ഹിഡനാ? അത് ഹിഡൻ ടാലന്റ് ഹിഡനാ? അതൊന്ന് പറയോ? ഹിഡൻ ടാലന്റ് വള്ളി പിടിക്കുക. തഞ്ചാവൂർ ട്രിപ്പ് പോയപ്പോഴേക്ക് മനസ്സിലായിണ്ടാവല്ലേ, വള്ളി പിടിക്കാൻ ഇവിടെ ബെസ്റ്റ് വേറെ ആളില്ല എന്നുള്ളത്. പോയ 4 ആളും ബെസ്റ്റാ, ഒരു സൈഡിൽ കൂടെ പോകുമ്പോ പിടിച്ചിട്ടാ വരിക. ഓക്കെ, ഹൂ ഈസ് യുവർ ബിഗ്ഗസ്റ്റ് സപ്പോർട്ടർ? അച്ഛനമ്മ, അനിയൻ, ഫ്രണ്ട്സ്. ഹൂ മേക്സ് യു ലാഫ് മോർ? ഫ്രണ്ട്സ്. വൈ? എന്തും പറയും, എന്ത് പറഞ്ഞാലും ഞാൻ ചിരിക്കും. എന്തെങ്കിലും ചെറിയ കാര്യം പറഞ്ഞാൽ മതി, ചിരിച്ചോളും. പിന്നെ കൂടെയുള്ള ഫ്രണ്ട്സൊക്കെ ഒരുപോലെ ആയിരിക്കും. അപ്പം എന്തെങ്കിലും ചെറിയ കാര്യം പറഞ്ഞ് ഇങ്ങനെ ചിരിക്കും. അപ്പം
കുറച്ച് ആശ്വാസം. പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അതൊക്കെ ഒരു സുഖം. ഇഫ് നോട്ട് SSC, then what? എനിക്കറിയില്ല. ഞാൻ PG കഴിഞ്ഞപാട് SSCക്ക് വന്ന് വേറൊന്നിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല. സോ കാവ്യ, ഇറ്റ് വാസ് സംതിങ് ഇൻട്രസ്റ്റിംഗ്. നല്ല അടിപൊളിയാണ് ടോക്ക്. തുടക്കത്തിൽ ചെറിയ പേടിയുള്ള പോലെയൊക്കെ തോന്നിയെന്ന്, പക്ഷേ അല്ല, കാവ്യ കൂളാണ്. ഇനി സ്വാഭാവികമായിട്ടും നമ്മളിതിൻ്റെ എൻഡിങ്ങിൽ ഇപ്പം ഓരോരുത്തർക്ക് ഇത് കാണുന്ന ആൾക്കാർക്ക് കൊടുക്കാനുള്ള മെസ്സേജസ് ഡിഫറെൻറ്റ്. കാവ്യക്ക് ഇന്ന് ഇത് കാണുന്ന ആൾക്കാരോട് ലാസ്റ്റായിട്ട് പറയാനുള്ളത്, ഇപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന, അപ്പോൾ ലാസ്റ്റ് കിട്ടാത്ത ആൾക്കാരടക്കം അവർ കൊടുക്കണം ഷോർട്ട് മെസ്സേജ്. നമ്മൾ ലൈഫിൽ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി വർക്ക് ചെയ്യുക. അതായത് അതിൻ്റെ ടൈം മിക്കവാറും ഇതായിരിക്കും. ഈ ടൈമിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരിക. അത് എക്സാമെന്ന് ഞാൻ പറയുന്നില്ല. എന്താണെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് നല്ല കറക്റ്റ് ടൈമിൽ ചെയ്യുക. പിന്നെ അത് കിട്ടിയിട്ട് കാര്യമില്ല. അപ്പം മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്താൽ റിസൾട്ട് എന്തായാലും നമ്മളെ കൂടെ ഉണ്ടാവും. താങ്ക് യു.